അട്ടപ്പാടിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സ്പെഷ്യൽ ഓഫീസറെ നിയോഗിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അട്ടപ്പാടിയിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജനപ്രതിനിധികളുടെ സമിതിക്കും രൂപം നൽകി. അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ അതിശയോക്തികരമാണെന്ന് മന്ത്രിസഭാ യോഗങ്ങൾ വിശദീകരിച്ച KC ജോസഫ് പറഞ്ഞു. അട്ടപ്പാടിയിലെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒറ്റപ്പാലം സബ് കളക്ടർ PB നൂഹിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. MP, MLA തുടങ്ങിയവരടങ്ങുന്ന അവലോകന സമിതി എല്ലാ മാസവും യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും. അട്ടപ്പാടിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 വർഷത്തിനകം പൂർത്തിയാക്കും. അട്ടപ്പാടി ബ്ലോക്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിൽ ദിനങ്ങൾ 200ആയി വർദ്ധിപ്പിക്കും. പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള സാമ്പത്തികാനുകൂല്യം ട്രഷറി നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കി. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഡെപ്യൂട്ടി DMO ഡോക്ടർ പ്രഭുദാസിന് മുഴുവൻ സമയ ചുമതലയും നൽകും. ആവശ്യത്തിന് റാഗി ലഭ്യമാക്കാൻ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശം നൽകി. വട്ടലയ്ക്ക് ഫാമിംഗ് സൊസൈറ്റി പ്രവർത്തനം അവസാനിപ്പിച്ച് 1200 ഏക്കർ സ്ഥലം ആദിവാസികൾക്ക് വിതരണം ചെയ്യുന്നത് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെയും യോഗം ചുമതലപ്പെടുത്തി. സത്യസന്ധമായി ഈ പ്രവൃത്തി വിലയിരുത്തി നോക്കണം. അവിടെ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. എല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അട്ടപ്പാടിയിലെ ഈ കാണുന്ന വായിക്കുന്ന വാർത്തക്കനുസരിച്ചുള്ള ഗുരുതരാവസ്ഥ അവിടെ ഇല്ല. അട്ടപ്പാടിയിൽ രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള ശ്രമമാണ് CPIM നടത്തുന്നതെന്നും മന്ത്രി KC ജോസഫ് പറഞ്ഞു. 2 കൂട്ടർ മത്സരിക്കുകയാണ് മുതലെടുപ്പിന് വേണ്ടിയിട്ട്. ഈ പറയുന്ന ആക്ഷേപങ്ങളെല്ലാം അവർക്ക് ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ഒന്നിച്ച് സമരം ചെയ്തുകൂടാ, ഒരു പന്തലിരുന്നുകൂടാ? അതേസമയം മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനമെടുത്തില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.